നേതൃത്വത്തിനെതിരെ VM സുധീരന്റെ പരസ്യ വിമർശനത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. പരസ്യ പ്രസ്താവന വിലക്ക് ലംഘിച്ച സാഹചര്യത്തിൽ സുധീരിൽ നിന്നും ഹൈക്കമാൻഡ് വിശദീകരണം തേടിയേക്കും. പ്രശ്നപരിഹാരത്തിന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സുധീരന്റെ പരസ്യ പ്രസ്താവന അച്ചടക്ക ലംഘനമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. പരസ്യ പ്രസ്താവന വിലക്ക് ലംഘിച്ച സുധീരനെതിരെ നടപടി വേണമെന്ന അഭിപ്രായവും ശക്തമാണ്. അനവസരത്തിൽ സുധീരൻ നടത്തിയ പ്രസ്താവന ദോഷം ചെയ്യുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ സുധീരനിൽ നിന്നും ഹൈക്കമാൻഡ് വിശദീകരണം തേടിയേക്കുമെന്നാണ് സൂചന. സുധീരൻ ജനസ്വാധീനമുള്ള നേതാവാണെന്നും പ്രശ്നപരിഹാരത്തിന് നേതാക്കൾ ഇടപെടണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇന്ന് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം വേണ്ട ഒരു സന്ദർഭമാണ്. VM സുധീരൻ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു സുധീരനും നേതൃത്വവും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുത്തത്. ഈ തവണ സുധീരൻ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെടാൻ കേരള നേതാക്കളാരും തയ്യാറാകില്ലെന്നാണ് സൂചന. കോൺഗ്രസിനെതിരെ CPIM ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് സുധീരൻ ഏറ്റുപിടിച്ചതെന്നും ആക്ഷേപമുണ്ട്. അതിനിടെ സുധീരന്റെ പ്രസ്താവന അവഗണിക്കാനാണ് KPCC തീരുമാനം. സുധീരന് മറുപടി നൽകേണ്ടതില്ലെന്ന നേതാക്കൾക്ക് KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ K സുധാകരനും തന്നെ പരസ്യമായി അപമാനിച്ചുവെന്നാണ് VM സുധീരന്റെ പരാതി. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് വിശദീകരണം തേടിയാൽ അതിരൂക്ഷമായ പ്രതികരണമാകും സുധീരന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.